പാലക്കാട് ജില്ലയിലെ പ്രധാനപ്പെട്ട നേർച്ചാഘോഷങ്ങളിൽ ഒന്നാണ് ചുങ്കമന്നം തെരുവത്തുപള്ളി നേർച്ച. ജാതി മതഭേദമേന്യേ ആയിരക്കണക്കിന് ആളുകൾ ഒത്തുചേരുന്ന ഈ ഉത്സവം സാമുദായിക സൗഹാർദ്ദത്തിൻ്റെ വലിയൊരു ഉദാഹരണമാണ്. ഈ നേർച്ചയുടെ ചരിത്രവും പ്രാധാന്യവും നമ്മൾക്ക് ഓർക്കേണ്ടതുണ്ട്. പാലക്കാട് ജില്ലയിലെ മാത്തൂരിനടുത്തുള്ള ചുങ്കമന്നം എന്ന സ്ഥലത്താണ് ഈ പുരാതനമായ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ജീവിച്ചിരുന്ന ഒരു മഹാനുഭാവൻ്റെ ഓർമ്മയ്ക്കായാണ് ഈ നേർച്ച ആഘോഷിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മീയ സ്വാധീനവും സേവനങ്ങളും ഈ പ്രദേശത്തെ ജനങ്ങൾ ഇന്നും ഭക്ത്യാദരപൂർവ്വം സ്മരിക്കുന്നു. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് കാളവണ്ടികളിൽ ഭക്തർ ഈ നേർച്ചയ്ക്കായി എത്താറുണ്ട്. പഴയകാലത്തെ യാത്രാ സൗകര്യങ്ങളുടെയും സംസ്കാരത്തിൻ്റെയും തിശേഷിപ്പായി ഈ കാളവണ്ടി പ്രദർശനം ഇന്നും നേർച്ചയുടെ പ്രധാന ആകർഷണമാണ്. നേർച്ചയ്ക്ക് മുന്നോടിയായി പള്ളിയിൽ കൊടിയേറ്റം നടക്കുന്നു. വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കാഴ്ചകൾ പള്ളിയിലേക്ക് വന്നെത്തുന്നു. ഇതിൽ താളമേളങ്ങൾ, ദഫ്മുട്ട്, മറ്റ് കലാരൂപങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. നേർച്ചയുടെ ഭാഗമായി വലിയ തോതിലുള്ള അന്നദാനം സംഘടിപ്പിക്കാറുണ്ട്. ഇത് പ്രദേശത്തെ ഐക്യത്തിൻ്റെ പ്രതീകമായി കരുതപ്പെടുന്നു. തമിഴ്നാട്ടിലെ പൊള്ളാച്ചി, മധുര തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും മുസ്ലിം, ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഒട്ടേറെ ഭക്തർ ഈ നേർച്ചയിൽ പങ്കെടുക്കാൻ എത്താറുണ്ട്. ചുങ്കമന്നം നേർച്ച വെറുമൊരു മതപരമായ ചടങ്ങല്ല, മറിച്ച് പാലക്കാടൻ ഗ്രാമീണ സംസ്കാരത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെ വലിയൊരു സംഗമമാണ്. കാർഷിക സമൃദ്ധിക്കായി പ്രാർത്ഥിക്കാനും നേർച്ചകൾ അർപ്പിക്കാനും കർഷകർ വലിയ പ്രാധാന്യം ഈ ഉത്സവത്തിന് നൽകുന്നു. ഈ നേർച്ചയുടെ കേന്ദ്രം ഏകദേശം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ എത്തിയ സൂഫിവര്യനായ ഷെയ്ഖ് മുഹമ്മദ് ആണ്. ഇദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് ഈ പള്ളി. അദ്ദേഹം ഒരു ദീർഘയാത്രക്കിടെയാണ് ചുങ്കമന്നം എന്ന ഈ ഗ്രാമത്തിൽ എത്തിച്ചേർന്നതും അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തത്. അദ്ദേഹം തൻ്റെ ജീവിതകാലത്ത് കാണിച്ച സ്നേഹവും കാരുണ്യവും കാരണം ജാതി മതഭേദമന്യേ ആളുകൾ അദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്നു. ഇന്നും എല്ലാ വിഭാഗം ജനങ്ങളും തങ്ങളുടെ പ്രാർത്ഥനകൾക്കായി ഇവിടെ എത്താറുണ്ട്. പാലക്കാടൻ ഗ്രാമങ്ങളിലെ കർഷകരുമായി ഈ നേർച്ചയ്ക്ക് അഭേദ്യമായ ബന്ധമുണ്ട്. കർഷകർ തങ്ങളുടെ കൃഷിയിടങ്ങളിൽ നിന്നുള്ള ആദ്യവിളവെടുപ്പ് നേർച്ചക്കായി പള്ളിയിലേക്ക് സമർപ്പിക്കുന്നു. കന്നുകാലികൾക്ക് അസുഖങ്ങൾ വരാതിരിക്കാനും സമൃദ്ധി ഉണ്ടാകാനും കർഷകർ ഇവിടെ നേർച്ചകൾ അർപ്പിക്കാറുണ്ട്. മരത്തടിയിൽ കൊത്തുപണികൾ ചെയ്ത പെട്ടികളിൽ അപ്പങ്ങൾ നിറച്ച് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി പള്ളിയിലേക്ക് കൊണ്ടുവരുന്നത് ഇവിടുത്തെ പ്രധാന കാഴ്ചയാണ്. എല്ലാ വർഷവും മകരമാസത്തിലെ പൗർണമി നാളിലാണ് ഈ നേർച്ച നടക്കുന്നത്. സാധാരണയായി 3 ദിവസമാണ് പ്രധാന ആഘോഷങ്ങൾ. അതുപോലെ തന്നെ മക്കാമിനടുത്തുള്ള ഒരു കാഞ്ഞിരമരത്തെക്കുറിച്ചുള്ളൊരു സവിശേഷമായൊരു കഥയുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് തൻ്റെ യാത്രാവേളയിൽ കയ്യിൽ കരുതിയിരുന്ന വടി ഇവിടെ മണ്ണിൽ കുത്തിവെച്ചുവെന്നും അത് പിന്നീട് തളിർത്ത് മരമായുമെന്നാണ് വിശ്വാസം. ഈ കാഞ്ഞിരമരത്തിൻ്റെ ഇലകൾക്ക് സാധാരണ കാഞ്ഞിരമരത്തിൻ്റെ കയ്പില്ലെന്നും നേർച്ചയുടെ അവസാന ദിനമായ സുബൈക്ക്, അതായത് പുലർച്ചയ്ക്ക്, ഇതിൻ്റെ ഇലകൾക്ക് മധുരമുണ്ടാകുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു. നേർച്ചയിലെ പ്രധാന ചടങ്ങായ അപ്പപ്പെട്ടി എഴുന്നള്ളത്ത് ഓരോ പ്രദേശങ്ങളിലെയും കൂട്ടായ്മയുടെ അടയാളമാണ്. ചുറ്റുമുള്ള വിവിധ ദേശങ്ങളിൽ, ഉദാഹരണത്തിന് തോലന്നൂർ, കുഴൽമന്നം, മാത്തൂര്, പല്ലഞ്ചാത്തിനോട് നിന്ന് അലങ്കരിച്ച പെട്ടികൾ കൊണ്ടുവരുന്നു. ഈ പെട്ടികളിൽ ഭക്തർ തയ്യാറാക്കിയ അരിവിഭവങ്ങൾ, അതായത് അപ്പപ്പെട്ടി നിറച്ചിരിക്കും. നേർച്ചയുടെ അവസാന ദിവസം പുലർച്ചെ ഈ അപ്പങ്ങൾ പള്ളിയിൽ വെച്ച് ഭക്തർക്ക് വിതരണം ചെയ്യുന്നു. പള്ളിയിലെ പ്രധാന ഉത്സവ കമ്മിറ്റികളിലും എഴുന്നള്ളത്തുകളിലും ഹിന്ദു മുസ്ലിം സമുദായങ്ങളിൽപ്പെട്ടവർ ഒരുപോലെ സഹകരിക്കുന്നു. പണ്ടുകാലത്ത് വലിയ ഭൂപ്രഭുക്കന്മാരും കർഷകരും ജാതി മതഭേദമേന്യേ പള്ളിയിലേക്ക് ഭൂമിയും വിളകളും ദാനം ചെയ്തിരുന്നതായി പറയപ്പെടുന്നു. പള്ളി നേർച്ചയിലെ ഏറ്റവും വിസ്മയിപ്പിക്കുന്നതും ഭക്തർ അത്ഭുതത്തോടെ കാണുന്നതുമായ ഒരു പ്രധാന കാര്യമാണ് പൂമണ്ണ്. ഷെയ്ഖ് മുഹമ്മദിൻ്റെ സാന്നിധ്യവും അള്ളാഹുവിൻ്റെ അനുഗ്രഹവും ആ സ്ഥലത്തുണ്ട് എന്നതിൻ്റെ അടയാളമാണ് വിശ്വാസികൾ ഇതിനെ കാണുന്നത്. ഈ മണ്ണിന് കസ്തൂരിയുടെയോ അല്ലെങ്കിൽ പ്രത്യേകതരം പൂക്കളുടെയോ സുഗന്ധമുണ്ടാകുമെന്ന് അനുഭവസ്ഥർ പറയാറുണ്ട്. ഈ പൂമണ്ണ് ശേഖരിച്ച് സൂക്ഷിക്കുന്നതും ശരീരത്തിൽ പുരട്ടുന്നതും രോഗശാന്തിക്കും ഐശ്വര്യത്തിനും ഉത്തമമാണെന്ന് പലരും വിശ്വസിക്കുന്നു. നേർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടങ്ങളിൽ, അതായത് പള്ളിയിലേക്ക് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള അപ്പപ്പെട്ടി എഴുന്നള്ളത്തോൾ എത്തുന്ന പുലർച്ചെ സമയത്താണ് ഈ അത്ഭുതം സംഭവിക്കാറുള്ളതെന്ന് പറയപ്പെടുന്നു. ഇത് കാണാനും ഈ മണ്ണ് ശേഖരിക്കാനുമായി ആയിരക്കണക്കിന് ആളുകളാണ് മക്കാമിന് ചുറ്റും കാത്തു നിൽക്കാറുള്ളത്. പൂമണ്ണിനോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച നമ്മൾ മധുരമുള്ള കാഞ്ഞിര മരവും ഈ പള്ളിയിലെ വലിയൊരു സവിശേഷതയാണ്. പുലർച്ചെ സുബഹി ബാങ്കിൻ്റെ സമയത്ത് ഈ മരത്തിൻ്റെ ഇലകൾക്ക് കയ്പ് കുറയുമെന്ന വിശ്വാസവും പൂമണ്ണിനോളം തന്നെ പ്രശസ്തമാണ്. ഇനി നമുക്ക് നേർച്ചയുടെ പ്രധാന കാഴ്ചകളായ അപ്പപ്പെട്ടിൻ്റെ ആനകളും ചെണ്ടമേളം, അതുപോലെ തന്നെ ചെണ്ടമേളങ്ങളൊക്കെ മാറി ഇപ്പോൾ ഡിജെകളായി ദഫ്മുട്ട്, അറവനമുട്ട്, കോൽക്കളി എന്നീ കാഴ്ചകളിലേക്ക് നമുക്ക് കിടക്കാം.
ഈ കണ്ണോട്